ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റിൽ ഇപ്പോൾ പാവശാസ്ത്രം എന്ന ടാസ്ക് തുടങ്ങിയിരിക്കുകയാണ്. പാവയുടെ പല പാർട്സുകൾ, തലയും കാലും കൈയും എല്ലാം പല പല പാർട്സുകളായിട്ട് കൺവെയർ ബെൽറ്റിലൂടെ ബിഗ് ബോസിൻ്റെ ടീംസ് ഇട്ട് കൊടുക്കും. അതെല്ലാം ഒരുമിച്ചാക്കി ഒരു പാവയാക്കുന്നവർക്ക് 5 പോയിൻറ്റ്സ് ആണ്. അപ്പം 3 ഘട്ടങ്ങളായിട്ടാണ് ടാസ്ക്. ലൈവിൽ ഇപ്പം നല്ല അടി നടക്കുകയാണ്. മെയിനായിട്ട് നമ്മുടെ അക്ബർ അനുമോൾ തമ്മിലുള്ള അടിയാണ്. അക്ബർ അനുമോളുടെ ദേഹത്തോട്ട് ഉള്ള ബോഡി വെയ്റ്റ് എല്ലാം ഇടുകയും അനുമോളെ ഇടിക്കുകയും അനുമോളുടെ മൂക്കിൽ നിന്ന് ചെറുതായിട്ട് രക്തം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ നന്നായിട്ട് അക്ബറുമായിട്ട് അടിയുണ്ടാക്കുകയാണ്. അക്ബറിന് നല്ല ഹൈറ്റും നല്ല കൈനീളവും ലെങ്തും ഒക്കെ ഉള്ള ആളല്ലേ. അക്ബറിന് അത് അങ്ങനെ യൂസ് ചെയ്തുകൂടെ? എന്തിനാണ് ഫ്രണ്ട് നിൽക്കുന്ന ഒരാളുടെ മുകളിലേക്കുള്ള വെയിറ്റ് എല്ലാം കൊടുത്തിട്ട് അക്ബർ അങ്ങനെ ഇടിച്ച് നിന്ന് കളിക്കുന്ന എന്തിനാണെന്നൊക്കെ ലക്ഷ്മിയും കയറി ഇടപെട്ട് ചോദിക്കുന്നുണ്ട്. പറഞ്ഞതിലൊരു ന്യായമുണ്ട്. ബിക്കോസ് അനുമോൾ ഭയങ്കര ഷോർട്ടാണ്, അക്ബറിന് നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഒരാളുടെ ഫ്രണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ബലഹീനമായ ഒരാളുടെ ശരീരത്തിലേക്ക് ആ ഒരു വെയിറ്റ് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ ടാസ്ക് കളിക്കുകയാണ്. പുറകിൽ നിൽക്കുന്നവരും തെള്ളും. അക്ബർ മാത്രമല്ല, അക്ബറിൻ്റെ പുറകിലും ആൾക്കാരുണ്ട്. ഷാനവാസ് ഒഴിച്ച് ബാക്കി എല്ലാവരും അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. ഷാനവാസ് ജസ്റ്റ് കളിച്ചിട്ട് അതിനകത്തൊന്ന് പിന്മാറി. പക്ഷേ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഇടി നടക്കുമ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം എല്ലാവരും പാവ കിട്ടാൻ വേണ്ടിയല്ലേ മത്സരിക്കുന്നത്. പിന്നെ അവിടെ കിടന്ന അനീഷിൻ്റെ അടുത്ത് അതിലെ നൂറ എന്തൊക്കെയോ വഴക്കിടുന്നുണ്ട്. അതെന്താണെന്ന് നമുക്കറിയത്തില്ല, അവരുടെ ഓരോ പ്രശ്നങ്ങൾ. അനീഷിനിപ്പോൾ എന്ത് കിട്ടിയാലും ഇവർക്ക് പിടിക്കില്ല. വേറെ ആര് ജയിച്ചാലും ഇവർക്കതൊരു കാര്യമോ അല്ലെങ്കിൽ ഒരു പ്രശ്നമോ അല്ല. അനീഷ് ജയിച്ചാലാണ് ഇവരുടെയൊക്കെ പ്രശ്നം. ഇതിനകത്ത് ശരിക്കും നമുക്കൊരു കൺക്ലൂഷൻ പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അനുമോൾ ഷോർട്ടാണ്, അനുമോൾ ഏറ്റവും ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അക്ബറും ആര്യനും ഒക്കെ പുറകിലാണ്. അവർ ഭയങ്കര ഗെയിം സ്പിരിറ്റുള്ള ആൾക്കാരാണ്. ഒബ്വിയസ്ലി ഈ പാവ എടുക്കാൻ വേണ്ടി തിടുക്ക കൂട്ടുന്നതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ സംഭവിക്കാം. അക്ബറും മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് പറയാൻ പറ്റത്തില്ല. എങ്കിലും അക്ബറിന് വേണമെങ്കിൽ ഒന്ന് കൺസിഡർ ചെയ്യാമായിരുന്നു. പക്ഷേ പിന്നെ ഇത് ബിഗ് ബോസ് ഹൗസ് ആണ് പെണ്ണെന്ന് വ്യത്യാസമില്ലാതെയാണ് അവിടെ ഗെയിം കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിതിൽ എന്താ തോന്നിയത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ അതുപോലെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.